Hi everyone, Business Buzzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ പാക്കേജിംഗ് മെറ്റീരിയൽസിനായിട്ട് DCGPac.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗും അത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്റ്റ് എന്നുള്ളതിന്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് നിങ്ങൾ കൊറുഗേറ്റഡ് ബോക്സസ് പോലെയുള്ള പ്രൊഡക്ട്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കൊറുഗേറ്റഡ് ബോക്സസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആമസോണിൽ പർച്ചേസ് ചെയ്യാമെന്ന് താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആവുന്ന സൈസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പുറമേയുള്ള ഓപ്ഷൻസ് സെർച്ച് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റ്സ് ഉപയോഗിക്കുക. അതിനകത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ പോയിട്ട് ടോപ്പ് റിസൾട്ട്സിൽ കാണുന്ന വെബ്സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പല വെബ്സൈറ്റ്സും ഫ്രോഡ് വെബ്സൈറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഒരു ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് നിങ്ങൾ ഓൾറെഡി പ്രീപെയ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ അതിനാക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കൺസ്യൂമർ കോർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ പോയി അതൊന്നും നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേജസിനെ കുറിച്ചിട്ട് ഒന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു DCGPac.com എന്ന് പറഞ്ഞിട്ട് ഉള്ള വെബ്സൈറ്റിൽ. ഇത് ആമസോണിൽ സെല്ലറാണ് ഇവർ. അതിൻ്റെ ഒരു ബേസിസിൽ കൂടിയിട്ടാണ് ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ഫസ്റ്റ് സാമ്പിൾ എന്ന രീതിക്ക് ഒരു 50 പീസസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലാറ്റ് ബോക്സസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 693 രൂപയാണ്. 693 രൂപ 84 പൈസ ഇൻക്ലൂഡിങ് GST ആണ് കേട്ടോ. 105 രൂപ GST ആണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GST ഉള്ളവർക്ക് GST നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പ്രൈമോ വൈറ്റ് ഫ്ലാക്സ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് 3 പ്ലൈ ആണിത്. 6x6x2 ആണ് ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് പാക്ക് ഓഫ് 50 ആണ്. അപ്പോൾ ഇതിന് വന്നിരുന്ന റേറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൈസ് 588 ആണ്. പിന്നെ അഡീഷണലി 18% ടാക്സ് കൂടി അടക്കമാണ് 693 രൂപ 84 പൈസയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു അപാകത ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചെയ്ത് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും 2 എഡ്ജസിലിരിക്കുന്ന ബോക്സസിന് സാരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവാറുണ്ട് പൊതുവേ. അപ്പോൾ അത്രേ ഇതിലും ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള ബോക്സസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടൊരു ചെറിയൊരു പെർസെൻറ്റ് എന്തായാലും ഡാമേജ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 50 എണ്ണം ഞാൻ ഓർഡർ ചെയ്തതിൽ ഒരു 5 എണ്ണം എങ്കിലും എനിക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിക്കാനായിട്ട് ടൈം ലാപ്സ് എടുത്തതാണ്. പിന്നെ ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അത്രേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ഒരു എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രീമിയം പ്രൊഡക്റ്റൊക്കെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി നല്ല ബോക്സസ് വേണ്ടി വരും. അതല്ല ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, 3 പ്ലൈ ആണ്. ഒരു ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല തിക്നെസ് ഉള്ള ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡീലേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ അകത്തുള്ള പീസസിൽ തന്നെ ചിലതിങ്ങനെ അതേപോലെ എന്തോ വെച്ച് കുത്തിയിട്ട് വന്നിട്ടുള്ള ഡാമേജ് പോലെ കണ്ടില്ലേ. ഇതുപോലെ നല്ല ഹാർഷായിട്ടുള്ള ആഴത്തിലുള്ള കേടുപാട് സംഭവിച്ച ബോക്സസ് ഉണ്ടായിരുന്നു. ഒരു 2-3 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഓവറോൾ ഈ ഒരു പർച്ചേസിനോട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും ശരി, എൻ്റെ റിക്വയർമെൻറ്റിന് അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ക്വാളിറ്റി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ബെസ്റ്റ് ക്വാളിറ്റിയാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാനീ പറഞ്ഞ മാതിരി
ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണലി കൊടുക്കേണ്ട എമൗണ്ട് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് ഡയറക്റ്റ് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് എന്ന രീതിക്ക് എന്തുകൊണ്ടും റിലയബിൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ടിപ്പ് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നമുക്ക് ബോക്സസ് അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ എല്ലാ എഡ്ജസും ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാനിതിൽ വന്നിട്ടുള്ള കുറച്ച് ഡാമേജസ് കാണിക്കാം. ഇതുപോലെ ഒരു ഡാമേജ് ഉണ്ട്, കണ്ടില്ലേ? ഈ കാണുന്ന പോലെ ഒരു ഡാമേജ് ഉണ്ട്. പിന്നെ ഇത് മറ്റൊരു ഡാമേജാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, വേസ്റ്റ് തന്നെയാണിത്, കണ്ടില്ലേ? ടേപ്പ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റ് കീറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ കളയേണ്ടി വരും. പിന്നെ ഇത് വൃത്തിയുമില്ല. പിന്നെ ഇതുപോലെ സൈഡിലുള്ളത് ചിലതൊന്നും ഇങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അകത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇവിടെ പുറത്ത് തന്നെ ഫ്രണ്ടിൽ വരുന്ന ഒരു കീറിയ പാർട്ടാണത്. ഇനി അതല്ലാതെ ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഈ വൈറ്റ് പേപ്പർ കീറിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ഇതാ നമുക്ക് വലിയ കുഴപ്പമില്ല, അത് നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താലും കാര്യമായിട്ട് പ്രശ്നമില്ല. ഇതുപോലെ കീറിയിട്ടുണ്ട് ചില സൈഡിൽ, ഫ്രണ്ടിൽ. അതൊക്കെയാണ് ബുദ്ധിമുട്ട്. ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുപോലെ കണ്ടില്ലേ, ഇതും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് മാത്രമേ ചില ഭാഗങ്ങളിൽ പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബ്രാൻഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ താങ്ക് യു സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒരു 2 എണ്ണം 3 എണ്ണം ഒക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു റീസണബിൾ ക്വാളിറ്റി, അഫോർഡബിൾ റേഞ്ചിൽ ഒരു റീസണബിൾ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം ഓർഡർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്ന സപ്ലൈസിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 50 ബോക്സസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു സാമ്പിൾ എന്ന രീതിക്ക് മാത്രം നിങ്ങൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക എപ്പോഴും. അത് ഇതെന്നല്ല, ഏത് പ്ലാറ്റ്ഫോംസിലായാലും ശരി. ഇപ്പോൾ ഓൾ ടുഗെദർ നമ്മൾ ഒരു ബോക്സിന് എത്ര റേറ്റ് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14 രൂപയാണ് പെർ ബോക്സിൻ്റെ റേറ്റ് വരുന്നത്. അതായത് 50 ബോക്സസിൻ്റെ ഒരു പാക്ക് മേടിച്ചപ്പോൾ എനിക്ക് 14 റുപ്പീസാണ് പെർ ബോക്സിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിനി ബൾക്കായിട്ട് ഒരു എത്രയാ ഒരു 500 1000 ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എമൗണ്ട് റെഡ്യൂസ് ആവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പാക്കിംഗ് ബോക്സസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.